Hello my dear students, welcome back to Raju and PSK Tele Classes. നിങ്ങൾ ഈ ടെലി ക്ലാസ്സിൽ കംഫർട്ടബിൾ ആണല്ലോ അല്ലേ? പല കുട്ടികളും ഫുൾ ലൈവ് ക്ലാസ്സുകൾ വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ആവർത്തിക്കുകയാണ്, അതായത് ഫുൾ ലൈവ് ക്ലാസ് കൊടുത്താൽ ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് കണക്ഷൻ പ്രോബ്ലം, നെറ്റ് പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ക്ലാസ്സുകൾ മിസ്സായി പോയില്ലേ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ടെലി ക്ലാസ് എന്നുള്ള സിസ്റ്റവും അതിൻ്റെ കൂടെ ഒരു ഡ്യുവൽ കെയർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസും അതുപോലെ കമ്പണ്ടിയൻ ഡിസ്കഷനൊക്കെ വേറെ വെച്ച് തന്നിരിക്കുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ. നമ്മുടെ കുട്ടികളുടെ എൻട്രൻസ് കഴിഞ്ഞു, അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ടീച്ചേഴ്സൊക്കെ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണ്. കൂടുതൽ സമയം നിങ്ങൾക്ക് വേണ്ടി ഇനി ഞങ്ങൾക്ക് ഇൻപുട്ട് ചെയ്യാൻ കഴിയും കേട്ടോ. ദെൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് കൺസെപ്റ്റുകൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, ആംഗുലാർ വെലോസിറ്റി. ദെൻ നമ്മൾ ആംഗുലാർ ആക്സലറേഷൻ പറഞ്ഞില്ല. എന്നിട്ട് നമ്മൾ എന്തിലോട്ട് പോയി? ആക്സലറേഷനിലോട്ട് പോയി അല്ലേ. ആക്സലറേഷനിൽ നമ്മൾ സെൻട്രിപെറ്റൽ ആക്സലറേഷനും പറഞ്ഞു, ടാൻജൻഷ്യൽ ആക്സലറേഷനും പറഞ്ഞു. ഇതല്ലേ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, ആംഗുലാർ വെലോസിറ്റി. നെക്സ്റ്റ് വൺ ആംഗുലാർ ആക്സലറേഷൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നു ആംഗുലാർ ആക്സലറേഷൻ. നോക്കൂ, ഈ ആംഗുലാർ ആക്സലറേഷൻ എന്നുള്ള കൺസെപ്റ്റ് വരുന്നത് എപ്പോഴാണ്? യൂണിഫോം സർക്കുലർ മോഷനിലല്ല. നോക്കൂ, എ ബോഡി ഹാവിംഗ് മാസ് m റിവോൾവിംഗ് വിത്ത് എ കോൺസ്റ്റൻറ്റ് ആംഗുലാർ വെലോസിറ്റി ഓർ സം ആംഗുലാർ വെലോസിറ്റി ഒമേഗ. At a particular instant its velocity is v, its angular velocity is omega. റിവോൾവ് ചെയ്യുന്ന ആംഗുലാർ വെലോസിറ്റി ഒമേഗ. ഓക്കെ, നമുക്കറിയാം സെൻട്രലോട്ടുള്ള ആക്സലറേഷനെ നമ്മൾ പറയുന്ന പേരെന്താ? നിങ്ങൾ പറ. സെൻട്രലോട്ടുള്ള ആക്സലറേഷനെ നമ്മൾ പറയുന്ന പേര് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്നല്ലേ? നോർമൽ ആക്സലറേഷൻ ഓർ റേഡിയൽ ആക്സലറേഷൻ. ഇതാ ഈ വെലോസിറ്റിയുടെ അതേ ഡയറക്ഷനിൽ നമ്മൾ ആക്സലറേഷൻ മാർക്ക് ചെയ്താൽ ദാറ്റ് ആക്സലറേഷൻ ഈസ് കാൾഡ് that acceleration is called tangential acceleration. സ്പീഡ് ഇൻക്രീസ് ആക്കുന്ന ആക്സലറേഷനെയാണ് നമ്മൾ ടാൻജൻഷ്യൽ ആക്സലറേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? ദെൻ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തിട്ടുണ്ടല്ലേ. നിങ്ങളൊന്ന് പറയൂ, എന്തായിരുന്നു ആ റിലേഷൻഷിപ്പ്? v ഈക്വൽ ടു ആർ ഒമേഗ അല്ലേ? ആർ ഒമേഗ ഓർ എക്സാക്ട് റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞു തന്നിരുന്നു, ഒമേഗ ക്രോസ് ആർ ആണെന്ന്. സിംപ്ലി നമ്മളതിനെ ആർ ഒമേഗ എന്ന് എഴുതാറുണ്ട്, കാരണം ആറും ഒമേഗയും തമ്മിലുള്ള ആംഗിൾ എന്തായതുകൊണ്ട് 90 ഡിഗ്രി ആയതുകൊണ്ട് അല്ലേ? യെസ്. അപ്പം ഞാൻ ലെഫ്റ്റ് സൈഡിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു. dv/dt ഈസ് ഈക്വൽ ടു, ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? d ഒമേഗ/dt ക്രോസ് ആർ. രണ്ട് സൈഡിലും ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഈ dv/dt ആരാ? ആക്സലറേഷൻ. d ഒമേഗ/dt ആരാ? ആൽഫ ഇൻറ്റു ആർ. വെക്ടർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ a ഈസ് ഈക്വൽ ടു ആൽഫ ക്രോസ് പ്രോഡക്റ്റ് ആണേ, ക്രോസ് ആർ എന്ന് വരും അല്ലേ? ഹിയർ ദിസ് ആക്സലറേഷൻ നോക്കൂ, ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫ എന്ന് പറഞ്ഞാൽ d ഒമേഗ/dt അല്ലേ? അപ്പോൾ ഒമേഗ ചേഞ്ച് ആക്കുന്ന ആക്സലറേഷൻ അല്ലേ ആംഗുലാർ ആക്സലറേഷൻ? ഒമേഗ ചേഞ്ച് ആക്കണമെങ്കിൽ നമുക്ക് ആര് വേണം? ടാൻജൻഷ്യൽ ആക്സലറേഷൻ വേണം. അങ്ങനെയാണെങ്കിൽ ദിസ് എ ഈസ് ആക്ച്വലി ടാൻജൻഷ്യൽ ആക്സലറേഷൻ. സോ ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ആൽഫ ക്രോസ് ആർ. നിങ്ങൾ ബുക്സൊക്കെ റെഫർ ചെയ്യുമ്പോൾ ആർ ആൽഫ എന്ന് കാണാം. കാരണം ഈ ആൽഫ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിപ്പിച്ച ആംഗുലാർ വെലോസിറ്റിയെ പോലെ തന്നെ ആക്സിയൽ വെക്ടറാണ്. അപ്പോൾ ആക്സിയൽ വെക്ടറും ഈ ആർ എന്ന് പറഞ്ഞ വെക്ടറും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി വരുന്നത് കൊണ്ടാണ് സിംപ്ലി നമ്മൾ ആർ ആൽഫ എന്ന് പറയുന്നത്. ഇവിടെ കറക്റ്റായിട്ട് പറയുമ്പോൾ നമ്മൾ വെക്ടർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ആൽഫ ക്രോസ് ആർ തന്നെ എഴുതണം കേട്ടോ. ദെൻ ആൽഫ ഈസ് ഈക്വൽ ടു d ഒമേഗ/dt ഓർ ആൽഫ ഈസ് ഈക്വൽ ടു ω2 മൈനസ് ω1/t2 മൈനസ് t1. വേണമെങ്കിൽ നമുക്ക് ആൽഫ ഈക്വൽ ടു എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് 2π ടൈംസ് ഫൈനൽ ഫ്രീക്വൻസി മൈനസ് ഇനീഷ്യൽ ഫ്രീക്വൻസി ബൈ ടൈം ഇൻ്റർവൽ t2 മൈനസ് t1. ഇങ്ങനെയൊക്കെ എഴുതാം നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോഴേ. അപ്പോൾ ആൽഫ ഈസ് കാൾഡ് ആംഗുലാർ ആക്സലറേഷൻ. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഓൺലി ഇൻ കേസ് ഓഫ് ആക്സലറേറ്റഡ് ആൻഡ് ഡീസലറേറ്റഡ് സർക്കുലർ മോഷൻ. എന്താ കാര്യം അറിയോ? നിങ്ങൾ നോക്കൂ, ഈ ω1 ഈക്വൽ ടു ω2 ആണ് ഏത് കേസിൽ? യൂണിഫോം സർക്കുലർ മോഷനിൽ. ഇപ്പോൾ യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ d ഒമേഗ/dt 0 ആവും. അപ്പോൾ ആൽഫ 0 ആവും. ആൽഫ 0യിൽ ടാൻജൻഷ്യൽ ആക്സലറേഷൻ 0 വരും. അപ്പോൾ ഓർമ്മിച്ച് വെക്കേണ്ട കാര്യം,
ഈ ഇക്വേഷൻ നമ്മൾ പറയുന്നത് ആക്സലറേറ്റഡ് സർക്കുലാർ മോഷനിലാണ്. അതുപോലെ തന്നെ ഡീസലറേറ്റഡ് സർക്കുലാർ മോഷനിലും നമുക്ക് പറയാം. പക്ഷേ നിങ്ങൾ അറിയേണ്ട കാര്യം, നമുക്കറിയാം ഒമേഗ കോൺസ്റ്റൻ്റ് ആണ്. എവിടെ? ഒമേഗ കോൺസ്റ്റൻ്റ് ഇൻ യൂണിഫോം സർക്കുലാർ മോഷൻ. UCM എന്ന് പറഞ്ഞാൽ ഞാനിവിടെ പറയുന്നത് യൂണിഫോം സർക്കുലാർ മോഷൻ. യൂണിഫോം സർക്കുലാർ മോഷനിൽ ആരുടെ വാല്യൂ 0 ആയിരിക്കും? കമോൺ, ഒമേഗ കോൺസ്റ്റൻ്റ് ആയാൽ d⍵/dt 0 അല്ലേ? അതായത് ആൽഫ 0 ആയിരിക്കും. അതായത് ടാൻജൻഷ്യൽ ആക്സലറേഷൻ 0 ആയിരിക്കും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ് നിങ്ങൾക്ക്. ടാൻജൻഷ്യൽ ആക്സലറേഷൻ 0 ആണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് സർക്കുലാർ മോഷൻ ഈസ് കാൾഡ് യൂണിഫോം സർക്കുലാർ മോഷൻ. യൂണിഫോം സർക്കുലാർ മോഷനിൽ നമ്മൾ എന്തിനെക്കുറിച്ച് പറയാറില്ല? ആൽഫയെക്കുറിച്ച് പറയാറില്ല. ആൽഫ ഈസ് അപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് ആക്സലറേറ്റഡ് ആൻഡ് ഡീസലറേറ്റഡ് സർക്കുലാർ മോഷൻ. ആൽഫ ഈക്വൽ ടു 0 ഇൻ യൂണിഫോം സർക്കുലാർ മോഷൻ. ക്ലിയർ ആവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? ഓക്കെ. യൂണിഫോം സർക്കുലാർ മോഷൻ ജസ്റ്റ് ഒന്നും കൂടെ ഞാൻ മെൻഷൻ ചെയ്യണം കേട്ടോ, 1-2 പോയിൻറ്റ്സ് ഓർമ്മിക്കാൻ വേണ്ടി. നമ്മൾ യൂണിഫോം സർക്കുലാർ മോഷനിലോട്ട് വരുമ്പോൾ ദ ബോഡി എക്സിക്യൂട്ടിംഗ് യൂണിഫോം സർക്കുലാർ മോഷൻ വിത്ത് എ ആംഗുലാർ വെലോസിറ്റി ഒമേഗ, സേ ഒമേഗ. അങ്ങനെയാണെങ്കിൽ യൂണിഫോം സർക്കുലാർ മോഷനിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റീസ് ആർ കോൺസ്റ്റൻറ്റ്സ്? ഇതാണ് മൈ ക്വസ്റ്റ്യൻ. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണോ? വെലോസിറ്റി ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്. എന്തുകൊണ്ടാണ് വെലോസിറ്റി ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്? കാരണം യൂണിഫോം സർക്കുലാർ മോഷനാണ്, സ്പീഡാണ് കോൺസ്റ്റൻറ്റ്. വെലോസിറ്റിയുടെ ഡയറക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റം P ഈക്വൽ ടു mv എന്നല്ലേ പഠിച്ചിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റം P ഈക്വൽ ടു mv ഈസ് നോട്ട് ഈക്വൽ ടു എഗെയിൻ കോൺസ്റ്റൻറ്റ് ആണല്ലോ. അപ്പോൾ വൈൽ റിവോൾവിംഗ് ഓർമ്മിച്ചോളൂ, വെലോസിറ്റി ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്, മൊമെൻറ്റം ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്. അതുപോലെ തന്നെ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ AC ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്. എന്താ കാരണം അറിയാവോ? ടാൻജൻഷ്യൽ ആക്സലറേഷൻ 0 ആണല്ലോ യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ ആര് മാത്രമായിരിക്കും? സെൻട്രിപെറ്റൽ ആക്സലറേഷൻ മാത്രമാണ്. പക്ഷേ എന്നാലും സെൻട്രിപെറ്റൽ ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് അല്ല. ഇൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ ഓർമ്മിക്കണം കേട്ടോ. എന്താ കാരണം? നിങ്ങൾ നോക്കൂ, ഇവിടെ ഇരിക്കുമ്പോൾ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഇങ്ങോട്ടാണെങ്കിൽ ദാ ഇവിടെ ഇരിക്കുമ്പോൾ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഇവിടേക്കാ, ദാ ഇവിടെ ഇരിക്കുമ്പോൾ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഇവിടേക്കാ. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് കോൺസ്റ്റൻറ്റ്. യെസ്, അതായത് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡും സെൻട്രിപെറ്റൽ ആക്സലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡുമാണ് കോൺസ്റ്റൻറ്റ്. ഡയറക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് മാറുന്നത് കാരണം അവരൊന്നും കോൺസ്റ്റൻസ് അല്ല. ക്ലിയർ ആയല്ലോ? ഇതിനൊപ്പം തന്നെ സ്പീഡ് എന്തായിരിക്കും? സ്പീഡ് വൈൽ റിവോൾവിംഗ് സ്പീഡ് എന്ന് പറയുമ്പോൾ കറങ്ങുന്ന സ്പീഡ് അത് കോൺസ്റ്റൻ്റ് ആണ്. കാരണം യൂണിഫോം സർക്കുലാർ മോഷനിൽ സ്പീഡ് കൂട്ടുന്ന ആക്സലറേഷനായ ടാൻജൻഷ്യൽ ആക്സലറേഷൻ ആബ്സെൻ്റ് ആയതുകൊണ്ട് സ്പീഡ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. വെലോസിറ്റി നോട്ട് കോൺസ്റ്റൻറ്റ്, സ്പീഡ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ക്ലിയർ? അതുപോലെ തന്നെ കൈനറ്റിക് എനർജി കോൺസ്റ്റൻ്റ് ആണ്. എന്തുകൊണ്ടാണ് കൈനറ്റിക് എനർജി കോൺസ്റ്റൻ്റ് ആയത്? സ്പീഡ് കോൺസ്റ്റൻ്റ് ആയാൽ ½ mv² അല്ലേ കൈനറ്റിക് എനർജി, അതുകൊണ്ട് കൈനറ്റിക് എനർജി കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ ഒമേഗയുടെ കാര്യം പറയാം. ഒമേഗ കോൺസ്റ്റൻ്റ് ആണോ? യെസ്. യൂണിഫോം സർക്കുലാർ മോഷൻ ആണെങ്കിൽ ഒമേഗ ഒരു കോൺസ്റ്റൻ്റ് ആണ്. എന്തുകൊണ്ടാണ് ഒമേഗ കോൺസ്റ്റൻറ്റ്? നോക്കൂ, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് V = r⍵. അപ്പോൾ ഒമേഗ V/r. V എന്ന് പറയുമ്പോൾ സ്പീഡ്, R എന്ന് പറയുമ്പോൾ റേഡിയസ്. നമ്മൾ ഡയറക്ഷൻ നോക്കുന്നില്ലെങ്കിൽ സ്പീഡും റേഡിയസും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഒമേഗയും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി ഒമേഗ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുമോ അതോ ആംഗുലാർ സ്പീഡ് എന്ന് പറയണോ? രണ്ടായാലും കുഴപ്പമില്ല. കാരണം ആംഗുലാർ വെലോസിറ്റിയും ഒരു കോൺസ്റ്റൻ്റ് ആണ്. കാരണം ഇപ്പോൾ അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ നേരെ പുറത്തോട്ടാണ്. അപ്പോൾ ആംഗുലാർ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും കോൺസ്റ്റൻ്റ് ആണ്, ഡയറക്ഷനും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇൻ ഷോർട്ട് ഇങ്ങനെ പറയാം, ഇൻ യൂണിഫോം സർക്കുലാർ മോഷൻ സ്പീഡ്, കൈനറ്റിക് എനർജി, ആംഗുലാർ വെലോസിറ്റി ആർ കോൺസ്റ്റൻറ്റ്സ്. മൊമെൻറ്റം, velocity, centripetal acceleration are not constants because their direction continuously changing. ക്ലിയർ ആയല്ലോ അല്ലേ? ദെൻ ഇനി നമ്മൾ പറയുന്നത് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഉപയോഗിച്ചു, പക്ഷേ അതിൻ്റെ ഡെറിവേഷൻ നമ്മൾ ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു ലേറ്റർ ചെയ്യാമെന്നാണ്. അപ്പോൾ നൗ വി ആർ മൂവിങ് ടു
the expression for centripetal acceleration or normal acceleration or radial acceleration. മൂന്നും ഒരാളാണ് കേട്ടോ. യൂണിഫോം സർക്കുലർ മോഷൻ. ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ R1, സേ ഫൈനൽ പൊസിഷൻ വെക്ടർ R2. വിസിബിലിറ്റി കിട്ടാൻ വേണ്ടി ഞാനൊരു ലാർജ് ആംഗിൾ ടേൺ ചെയ്തതായിട്ട് കാണിച്ചിട്ടുണ്ട്. സേ തീറ്റ ആംഗിൾ ടേൺ ചെയ്തു, ലാർജ് ആംഗിൾ ടേൺ ചെയ്തു. ഓക്കെ, നമുക്ക് എന്താ കാണേണ്ടത്? വി വാണ്ട് ടു ഫൈൻഡ് ഡെൽറ്റ ആർ. ഡെൽറ്റ ആർ ഈക്വൽ ടു നമ്മൾ എന്താ പഠിച്ചത് ഇക്വേഷൻ? ഫൈനൽ പൊസിഷൻ വെക്ടർ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ R2 മൈനസ് R1. നോക്കൂ, R2ൻ്റെ ഡയറക്ഷൻ ദാ ഇവിടേക്കല്ലേ, R1ൻ്റെ ഡയറക്ഷൻ ഇവിടേക്കല്ലേ. ഇപ്പം നമുക്ക് R2 മൈനസ് R1 കാണണം അല്ലേ? എന്താ ചെയ്യുക? ഞാൻ ആ സർക്കിൾ വീണ്ടും വരച്ചു. R2 സെയിം ഡയറക്ഷനിൽ തന്നെ മാർക്ക് ചെയ്തു. ഓക്കെ, R2 അതേ ഡയറക്ഷനിൽ മാർക്ക് ചെയ്തു. R1 സബ്ട്രാക്ട് ചെയ്യണ്ടേ? അപ്പോൾ അയാളുടെ നെഗറ്റീവ് വെക്ടർ എടുക്കണം കേട്ടോ, മൈനസ് R1. നോക്കൂ, ചെയ്തത് എന്താ ചെയ്തത്? R2 എന്ന് പറഞ്ഞ വെക്ടർ ആദ്യം ഇതാ ഇങ്ങോട്ടല്ലേ, R2 നമ്മൾ അതേ ഡയറക്ഷനിൽ തന്നെ മാർക്ക് ചെയ്തു, നോ ചേഞ്ച്. ക്ലിയർ അല്ലേ? R1 എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്താ? റൈറ്റിലോട്ടല്ലേ. നിങ്ങൾ R1 എന്ത് വരച്ചു? നെഗറ്റീവ് വെക്ടർ വരയ്ക്കുന്നു. എന്നിട്ട് നിങ്ങൾ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യണം. ഇതാ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് നിങ്ങൾ ഡയഗണൽ വരയ്ക്കണം. ഓക്കെ, ഡയഗണൽ വരച്ചാൽ അതാണ് ആരുടെ ഡയറക്ഷൻ? ഡെൽറ്റ ആറിൻ്റെ ഡയറക്ഷൻ, അതായത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ. അപ്പം എന്താ ചെയ്യേണ്ടത്? R2 നിങ്ങൾ സെയിം ഡയറക്ഷൻ വരയ്ക്കണം. ഇനീഷ്യൽ പൊസിഷൻ വെക്ടറിനെ നെഗറ്റീവ് വെക്ടർ എടുക്കണം. പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ ബോഡി ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലോട്ട് പോയി എന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ ഡെൽറ്റ ടി ടൈം കൊണ്ട് ബോഡി ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ നോക്കൂ, ഞാൻ ഇങ്ങനെ ഒരു ഡോട്ടഡ് ലൈൻ വരച്ചാൽ എ ബി ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ആണല്ലോ. ആ എ ബി ആണ് ഞാനിതാ DR എന്ന് പറഞ്ഞിരിക്കുന്നത്, ഓർ ഡെൽറ്റ ആർ. ഓക്കെ, സോ R1 is the initial position vector, R2 is the final position vector, then this line AB equal to delta R is the displacement vector. കാരണം ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ, ഇപ്പോൾ ഇവിടുന്ന് ഒരു ലൈൻ ഇങ്ങോട്ട് വരച്ചാൽ അതാണല്ലോ ഡിസ്പ്ലേസ്മെൻറ്റ്. ക്ലിയർ ആയില്ലേ? ചെയ്ത ടെക്നിക്ക് നോക്കൂ. R2 നമ്മൾ അതുപോലെ വരച്ചു, R1ൻ്റെ ഡയറക്ഷൻ ഞാൻ റിവേഴ്സ് ചെയ്തു, പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് ഡയഗണൽ വരച്ചാൽ ഇതും ഡെൽറ്റ ആർ ആണെന്ന്. ഈ പോയിന്റ് ഞാൻ O എന്നും ഈ പോയിന്റ് C എന്നും കൊടുത്താൽ നോക്കൂ നിങ്ങൾ, ഇതാ ഈ AB-യുടെ മാഗ്നിറ്റ്യൂഡും ദിസ് OC-യുടെ മാഗ്നിറ്റ്യൂഡും എക്സാക്ട്ലി സെയിം ആയിരിക്കും. ഗോട്ട് ദ പോയിന്റ്? മാത്രമല്ല AB-യുടെ ഡയറക്ഷൻ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇതാ ഇങ്ങനെയല്ലേ AB-യുടെ ഡയറക്ഷൻ നിൽക്കുന്നത്. ഇതാ കണ്ടോ, OC-യുടെ ഡയറക്ഷനും അതേ ഡയറക്ഷനാണ്. സോ AB വെക്ടർ AB equal to vector OC is the displacement vector, that is delta R, that is equal to final position vector minus initial position vector. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡെൽറ്റ ആർ R2 മൈനസ് R1 കിട്ടാൻ R2 അതുപോലെ വരയ്ക്കുകയും R1ൻ്റെ നെഗറ്റീവ് വെക്ടർ എടുത്ത് പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്താൽ ഡയഗണൽ വിൽ ഗീവ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ എന്തിനാ വെക്ടറിന് വെക്ടർ സബ്ട്രാക്ട് ചെയ്യാൻ പഠിപ്പിച്ചത്? ഇങ്ങനത്തെ കാര്യങ്ങൾക്കാ. ക്ലിയർ അല്ലേ? മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, ഡയറക്ഷൻ അടക്കം കിട്ടി നമുക്ക് കേട്ടോ. ദെൻ ഒരു കാര്യം കൂടെ ചെയ്യാം. നമുക്ക് ഒരു ആംഗിൾ ചൂസ് ചെയ്യാം. ഈ ആംഗിൾ നിങ്ങൾ തീറ്റ എന്ന് ചൂസ് ചെയ്തോളൂ. ഓക്കെ, തീറ്റ എന്ന് ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അഡ്ജസൻറ്റ് സൈഡ് അറിയാം, ഹൈപ്പോട്ടനസ് അറിയാം. ഞാൻ സൈൻ തീറ്റ ഈസ് ഈക്വൽ, ഏത് ആംഗിൾ വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഞാൻ എഴുതുന്നു, സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് R by
ഡെൽറ്റ ആർ, ആർ ബൈ ഡെൽറ്റ ആർ. ഞാൻ R2 എന്ന് എഴുതാത്തതിന് കാരണം നമുക്കറിയാമായിരുന്നു ഈ R2വിൻ്റെ മാഗ്നിറ്റ്യൂഡും R1ൻ്റെ മാഗ്നിറ്റ്യൂഡുകളും ഈക്വൽ ആണ് കേട്ടോ. കാരണം അത് സർക്കിളിൻ്റെ റേഡിയസ് ആണല്ലോ. R1ൻ്റെ മാഗ്നിറ്റ്യൂഡും R2ൻ്റെ മാഗ്നിറ്റ്യൂഡും സെയിമാണ്, ഡയറക്ഷനേ ഡിഫറൻ്റ് ആയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടുന്നു. എന്താണ് ഇക്വേഷൻ? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു R by delta R, where R is the radius vector, delta R is the displacement vector. പക്ഷേ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മാഗ്നിറ്റ്യൂഡുകളുടെ ഡിവിഷനെ എടുക്കേണ്ട കാര്യമുള്ളൂ. കാരണം വെക്ടറിനെ വെക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. ഇത്രയും ക്ലിയർ അല്ലേ? ദെൻ നമ്മളിനി വെലോസിറ്റിയുടെ വരയ്ക്കുന്നു കേട്ടോ. വെലോസിറ്റിയാണ് നമ്മളിനി വരയ്ക്കാൻ പോകുന്നത്. ഇനിയുള്ള സ്റ്റെപ്പുകൾ വളരെ കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യണം. ഓക്കെ, മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. വളരെയധികം കെയർഫുൾ ആയിരിക്കണം കേട്ടോ. നോക്കൂ, ഇതിപ്പോൾ നമ്മൾ പൊസിഷൻ വെക്ടർ വരച്ചു അല്ലേ? ഇതുപോലെ തന്നെ ബോഡി രണ്ട് പൊസിഷനിലിരിക്കുന്നു. ഒരു സർക്കിളാണിത്. ഞാൻ സർക്കിൾ മാർക്ക് ചെയ്യുന്നു. ഇനീഷ്യലി ബോഡി ഇവിടെയാണ്. അപ്പോൾ അയാളുടെ വെലോസിറ്റി ഇതാ ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. സേ V1, അതായത് R1 പൊസിഷൻ വെക്ടറുള്ള A എന്ന് പറയുന്ന പോയിന്റിൽ വെലോസിറ്റി V1. ആഫ്റ്റർ എ വൈൽ ബോഡി റീച്ചസ് ഹിയർ, ഇറ്റ്സ് വെലോസിറ്റി ഈസ് V2. ഒരു കാര്യം അറിയേണ്ടത്, ഈ V1ൻ്റെ മാഗ്നിറ്റ്യൂഡും V2ൻ്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ് കേട്ടോ. കാരണം V1 എന്ന് പറഞ്ഞാലും V2 എന്ന് പറഞ്ഞ വാല്യൂ മാഗ്നിറ്റ്യൂഡ് സെയിം ആവാൻ കാരണം എന്താണ്? യൂണിഫോം സർക്കുലർ മോഷൻ അല്ലേ? വെലോസിറ്റി ഡിഫറൻ്റ് ആണ്. കാരണം ഇവിടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ ഇവിടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. എഗ്രീഡ്. പക്ഷേ V1ൻ്റെ മാഗ്നിറ്റ്യൂഡും V2ൻ്റെ മാഗ്നിറ്റ്യൂഡും R1ൻ്റെ മാഗ്നിറ്റ്യൂഡും R2ൻ്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതുപോലെ തന്നെ V1ൻ്റെ മാഗ്നിറ്റ്യൂഡും V2ൻ്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ് ഇൻ കേസ് ഓഫ് യൂണിഫോം സർക്കുലർ മോഷൻ. നോക്കാം. ഇപ്പം നമ്മളിവിടെ നമുക്ക് എന്താ കാണേണ്ടത്? ചേഞ്ച് ഇൻ വെലോസിറ്റി കാണാം, ഡെൽറ്റ വി. ഇപ്പോൾ ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു നമുക്ക് എല്ലാവർക്കും അറിയാം ഫൈനൽ വെലോസിറ്റി വെക്ടർ മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി വെക്ടർ ആണല്ലോ ചേഞ്ച് ഇൻ വെലോസിറ്റി. ഇപ്പം ഞാൻ വീണ്ടും ഒന്നുകൂടെ നമ്മുടെ സർക്കിൾ വരയ്ക്കുകയാണ്. ഓക്കെ, അതിൽ V2 മൈനസ് V1 അല്ലേ? അപ്പോൾ V2 എന്ന് പറയുന്ന വെക്ടർ ഇതാ ഇവിടെയാണ്. V2 എന്ന് പറഞ്ഞ വെക്ടർ അയാളെ ഞാൻ സെയിം ഡയറക്ഷനിൽ തന്നെ മാർക്ക് ചെയ്തു. V2 അതുപോലെ തന്നെ മാർക്ക് ചെയ്തു. ഓക്കെ, V1 എന്ന് പറയുന്ന വെക്ടർ എവിടേക്കാണ്? ഇതാ മുകളിലോട്ടായിരുന്നു. നോക്ക്, ഇവിടേക്കല്ലേ? മുകളിലോട്ടല്ലേ? അത് ഞാൻ താഴേക്ക് വരച്ചു, മൈനസ് V1. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാൻ നോക്കൂ. നിങ്ങൾ ഫൈനൽ വെലോസിറ്റി V2 അത് നിങ്ങൾ അതേ ഡയറക്ഷനിൽ തന്നെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി വെക്ടർ V1 അയാളുടെ നെഗറ്റീവ് വെക്ടർ എടുത്തു. എന്തുകൊണ്ടാണ് അയാളുടെ മാത്രം നെഗറ്റീവ് വെക്ടർ എടുത്തത്? യു വാണ്ട് ടു സബ്ട്രാക്ട് V1 ഫ്രം V2, ദാറ്റ്സ് വൈ നെഗറ്റീവ് സൈൻ. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതാ നമുക്ക് ഈ ഒരു പോയിന്റിലോട്ട് അവരെ മാറ്റി വരയ്ക്കുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതാ V2ൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, V1ൻ്റെ ഡയറക്ഷൻ ഇവിടേക്കാണ്. അപ്പം ഞാൻ ഇതാ ഒരു പോയിന്റ് എടുത്തു. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇവിടെ തന്നെ കാണിക്കാം. ഞാൻ ഇതങ്ങ് ബാക്ക് അടിക്കുന്നു. അപ്പോൾ നോക്കൂ, ഇതാണ് V2, ഇതാണ് V1. ഇനി നിങ്ങൾ നോക്കൂ, ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ത് കണ്ടുപിടിക്കുന്നു? പാരലോഗ്രാം വരച്ചു അല്ലേ? പാരലോഗ്രാം വരയ്ക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഡയഗണൽ വരയ്ക്കുന്നു. ഇത് വരച്ചു, ഡയഗണൽ വരച്ചു. ഡയഗണൽ എന്തിലൂടെ പാസ് ചെയ്തു? നോക്കൂ, കറക്റ്റ് സെൻറ്ററിലൂടെ പാസ് ചെയ്തു. ഇയാളാണ് ഡെൽറ്റ വി. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നേരത്തെ മാർക്ക് ചെയ്തതുപോലെ ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഈ ഒരു ആംഗിൾ നമുക്ക് തീറ്റാന്നങ്ങ് വിചാരിക്കാം. ഇവിടെ ചൂസ് ചെയ്തതുപോലെ V2ഉം ഡെൽറ്റ ആറും തമ്മിലുള്ള ആംഗിൾ നമ്മൾ തീറ്റാന്ന് മാർക്ക് ചെയ്തതുപോലെ ഇവിടെ V2ഉം ഡെൽറ്റ വിയും തമ്മിലുള്ള ആംഗിൾ ഞാൻ തീറ്റാന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾ നോക്കൂ, ഹിയർ ദിസ് ഈസ് ഡെൽറ്റ വി. ഡെൽറ്റ വി എന്തിലൂടെ പാസ് ചെയ്തുകൊണ്ട്? സെൻറ്ററിലൂടെ പാസ് ചെയ്തു. കാരണം നമുക്കറിയാം യൂണിഫോം സർക്കുലർ മോഷനിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്തിലൂടെ പാസ് ചെയ്തിരിക്കണം? സെൻറ്ററിലൂടെ പാസ് ചെയ്തിരിക്കണം. ദാറ്റ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ഇൻ്റർവൽ ഈസ് കാൾഡ് ആക്സലറേഷൻ, ദാറ്റ് ഈസ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. ഒരു കാര്യം മസ്റ്റാണ്, ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എവിടേക്കായിരിക്കണം? സെൻറ്ററിലോട്ടായിരിക്കണം. വെലോസിറ്റിയുടെ ഡയറക്ഷൻ നിങ്ങൾ നോക്കൂ, വെലോസിറ്റി ടാൻജൻഷ്യൽ.
പക്ഷെ നിങ്ങൾ ഏത് പോയിന്റുകൾ വേണമെങ്കിൽ എടുത്തോളൂ, നിങ്ങൾ ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടു നോക്കൂ, ഡയറക്ഷൻ എവിടേക്കായിരിക്കും? സെൻറ്ററിലോട്ടായിരിക്കും. ദാറ്റ്സ് വൈ ദ നെയിം സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. മനസ്സിലായോ? ഓക്കെ. ആ ട്രയാങ്കിളിൽ നിന്നും വീണ്ടും നമുക്ക് ഒന്നുകൂടെ സൈൻ തീറ്റ എടുക്കാം കേട്ടോ. സൈൻ തീറ്റ ഈക്വൽ ടു കമോൺ, സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? V2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ആണല്ലോ. V2 ഡിവൈഡഡ് ബൈ, ഓർ സിംപ്ലി നമുക്ക് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതിയാലും മതി. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി എന്ന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. എന്താ കാരണം അറിയോ നിങ്ങൾക്ക്? V1ൻ്റെ മാഗ്നിറ്റ്യൂഡും V2ൻ്റെ മാഗ്നിറ്റ്യൂഡും സെയിമാ. ഇറ്റ് ഈസ് ഈക്വൽ ടു V, ദറ്റ് ഈസ് ദി സ്പീഡ്. ഓക്കെ. ഇക്വേഷൻ നമ്പർ 2. രണ്ട് ഇക്വേഷൻ ആയല്ലേ. നോക്കൂ, ഈ തീറ്റയും ഈക്വലാ, കാരണം ആംഗിൾ ബൈസെക്ടർ അല്ലേ. നോക്കൂ, 90 ഡിഗ്രി അതിൻ്റെ പകുതി, ഇവിടെ 90 ഡിഗ്രി അതിൻ്റെ പകുതി. ഇപ്പം രണ്ടും സിമിലർ ട്രയാങ്കിൾസാണ്. അപ്പം നമുക്ക് എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? നിങ്ങൾ പറയും, എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? ഡെൽറ്റ വി ബൈ വി, ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തേ, ഡെൽറ്റ വി ബൈ വി ഈക്വൽ ടു ഇവിടെ എന്താ എഴുതാം? ഡെൽറ്റ ആർ ബൈ ആർ ആണോ? അപ്പോൾ ഡെൽറ്റ വി ഈക്വൽ ടു വി ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ. ഓക്കെ. ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു നമുക്കൊരു കാര്യം എഴുതാം, വി കോൺസ്റ്റൻറ്റ് ആർ കോൺസ്റ്റൻറ്റ്. കാരണം വിയുടെ മാഗ്നിറ്റ്യൂഡ് സ്പീഡ് കോൺസ്റ്റൻറ്റാ, ആർ റേഡിയസ് വെക്ടർ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻറ്റാ, ഇൻറ്റു എന്ത് വരുന്നു? ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. യെസ്, നമ്മൾ നമ്മുടെ ഇക്വേഷനിൽ എത്തിച്ചേർന്നു. നോക്കൂ, ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി അതാരാ? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ആരായിരിക്കും? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി നമ്മുടെ റിസൾട്ട് ഞാൻ ഇവിടെ എഴുതുന്നു. ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി, കമോൺ, ഇറ്റ് ഈസ് ആക്സലറേഷൻ. ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ഈസ് ആക്സലറേഷൻ. ഹിയർ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. കാരണം എന്താ അറിയോ? നമ്മൾ സ്പീഡ് കൂടുന്നില്ല കുറയുന്നില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ഡെറിവേഷൻ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന ആക്സലറേഷൻ എന്ത് ആക്സലറേഷൻ ആയിരിക്കണം? സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ആയിരിക്കണ്ടേ? യെസ്, വി ബൈ ആർ ഒരു കോൺസ്റ്റൻ്റ്. ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ആരാ? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആരാ? ആവറേജ് സ്പീഡ്. ഇവിടെ ആവറേജ് സ്പീഡും ഈക്വലാണ്. എന്തുകൊണ്ടാണ് ആവറേജ് സ്പീഡും യൂണിഫോം സ്പീഡും ഒക്കെ സെയിം ആണെന്ന് പറയാൻ കാരണം എന്താ? യൂണിഫോം സ്പീഡിലല്ലേ ബോഡി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, യൂണിഫോം സർക്കുലാർ മോഷൻ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ വി, അപ്പോൾ ഇത് വി ആണ്. അപ്പോൾ വി ഇൻറ്റു വി സ്ക്വയർ. അങ്ങനെയാണ് നമുക്ക് എ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്ന് കിട്ടും. വി സ്ക്വയർ ബൈ ആർ. ഇത് ഏത് ആക്സലറേഷനാണ്? സെൻട്രിപെറ്റൽ ആക്സലറേഷനാണ്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഡിറൈവ് ചെയ്യാൻ നമ്മൾ രണ്ട് ഫിഗറുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പൊസിഷൻ വെക്ടറിൽ വരുന്ന ചേഞ്ചിനെ കുറിച്ച് പറഞ്ഞു, അതിനുശേഷം വെലോസിറ്റിയിൽ വരുന്ന ചേഞ്ചിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ നിന്ന് ഡെൽറ്റ ആർ കണ്ടു, സെക്കൻഡ് ഫിഗറിൽ നിന്ന് ഡെൽറ്റ വി കണ്ടു, എന്നിട്ട് നമ്മൾ ഫൈനലി എത്തിച്ചേർന്ന റിസൾട്ടാണ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഈസ് ഈക്വൽ വി സ്ക്വയർ ബൈ ആർ. ഞാൻ ഒരു കാര്യം കൂടെ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഹിയർ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ആക്സലറേഷൻ. അയാളെ എന്തുകൊണ്ടാണ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞത്? കാരണം നമ്മൾ ഈ പ്രോബ്ലത്തിൽ ത്രൂ ഔട്ട് അസ്യൂം ചെയ്തിരുന്നു ഇറ്റ് ഈസ് യൂണിഫോം സർക്കുലാർ മോഷൻ. യൂണിഫോം സർക്കുലാർ മോഷനിൽ ഏത് ആക്സലറേഷൻ മാത്രമേ ഉള്ളൂ? സെൻട്രിപെറ്റൽ ആക്സലറേഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ടാൻജൻഷ്യൽ ആക്സലറേഷൻ എന്തായിരിക്കും? 0 ആണ്. ഇനി ഒരു കേസ് വരികയാണ്, ആക്സലറേറ്റഡ് സർക്കുലാർ മോഷൻ. പക്ഷേ ആക്സലറേറ്റഡ് സർക്കുലാർ മോഷനിലും നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഡെറിവേഷൻ കംപ്ലീറ്റ് ചെയ്ത് വന്നാൽ ഫൈനലി കിട്ടുന്ന റിസൾട്ട് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ആണോ? ഇക്വേഷൻ വി സ്ക്വയർ ബൈ ആർ. വേർ വി എന്ന് പറയുമ്പോൾ ആ ഇൻസ്റ്റൻറ്റിലുള്ള സ്പീഡാണ് വി, ആർ എന്ന് പറയുമ്പോൾ സർക്കിളിൻ്റെ റേഡിയസ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഡെറിവേഷൻ കംപ്ലീറ്റ് ചെയ്തത് യൂണിഫോം സർക്കുലാർ മോഷൻ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിലും ഇൻ ജനറൽ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ കാണാനുള്ള ഇക്വേഷൻ വി സ്ക്വയർ ബൈ ആർ. ഇനി വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, യൂണിഫോം സർക്കുലാർ മോഷൻ ആണെങ്കിൽ വി ഈസ് ഈക്വൽ ആർ ഒമേഗ എന്ന് എഴുതാം അല്ലേ. അങ്ങനെയാണെങ്കിൽ വിക്ക് വരാൻ ആർ ഒമേഗ കൊടുത്താൽ ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ ബൈ ആർ എന്ന് വരും. അപ്പോൾ ഒരു ആറും കൂടെ കട്ടായി പോകും അല്ലേ. അപ്പോൾ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ കാണാനുള്ള വേറൊരു ഇക്വേഷനും കൂടെ ഞാൻ പറഞ്ഞു തരട്ടെ. എന്താണ് വേറെ ഇക്വേഷൻ? പറയൂ.
centripetal acceleration is equal to r square omega square by r, that is r omega square. ഇപ്പോൾ രണ്ട് റിലേഷൻസ് ഓർമ്മിച്ച് വെച്ചോളൂ. v square by r ac is equal r omega square. are the equations for centripetal acceleration or normal acceleration or radial acceleration. Okay.